ഹായ്, കട്ടിപ്പറ വ്ളോഗിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഞണ്ട് പിടുത്താണ്, ഞണ്ടിനെ പിടിച്ച് കറി വെക്കുന്ന വീഡിയോസാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. നമ്മുടെ ഇതാ ഈ തോട് കണ്ടോ നിങ്ങൾ? ഇതിൽ കൂടെ ധാരാളം ഞണ്ടുകൾ ഉണ്ടാവാറുണ്ട് സാധാരണ. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം മുന്നേ ഞാൻ പിടിച്ചതാണ്, എനിക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ പോവാം, ഒരു ബക്കറ്റ് നിറയെ ഞണ്ടും ആയിട്ട്. ഇതാ ആഹാ, നമ്മൾ ഓപ്പറേഷൻ ഇതാ തുടങ്ങിക്കഴിഞ്ഞു. ഒരു അടിപൊളി മുതലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ you'll be alright, 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 oh, okay, 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 I'll be okay, alright, 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 okay. അങ്ങനെ നമ്മളെ 5-10 ഞണ്ടാണ് കിട്ടിയത്. അത് ഏകദേശം ഈ പരുവമായി ഒക്കെ ഞാൻ പൊട്ടിച്ച് പീസാക്കി. ഇനി ഇതിനെ ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് നല്ല കറക്റ്റാക്കിയിട്ട് ഇനി അടുത്തത് കറി വെക്കാണ്. നമ്മളെ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല പീസാക്കിയിട്ട്. കാരണം ഇത് നമ്മളെ തോട്ടിൽ പുഴയിലൊക്കെ ഉള്ള ഞണ്ടായത് കാരണം ഇതിന് തോടിന് നല്ല കട്ടിയാണ്. അപ്പോൾ ആദ്യമേ നമ്മളത് പൊട്ടിച്ചിങ്ങോട്ട് അതിൻ്റെ ഇറച്ചി മാംസം മാത്രം എടുത്തിട്ടാണ്. ഇപ്പോൾ നല്ലൊരു 5-10 ഞണ്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. പൊട്ടിച്ചെല്ലാം റെഡിയാക്കി എടുത്തപ്പോഴേക്ക്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രാബ് ഫ്രൈക്കുള്ള മസാല പച്ചക്കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. 2 ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഒരു 4 തക്കാളി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇത് കറി ലീവ്സാണ്, മറ്റേ ഇത് മല്ലിച്ചപ്പ്. ഇവിടെ നമ്മളെന്നെ നട്ട് വളർത്തുന്നതാണ്. ഒരു നല്ല സ്മെല്ലുള്ളൊരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രാബ് ഫ്രൈ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് നമ്മളെ ഞണ്ട് ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്ക്, ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് ഇതിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതിൻ്റെ അരപ്പുകളൊക്കെയാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ വീട്ടിലൊക്കെ മല്ലിപ്പൊടിയിൽ ഈ മഞ്ഞൾ കൂടെ ചേർത്തിട്ടാണ് ഒരു പൊടിക്കാറ്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് മഞ്ഞൾപ്പൊടി സെപ്പറേറ്റ് വേറെ ചേർക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അതും കൂടെ ഇതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഈ മല്ലിപ്പൊടി പൊടിക്കുമ്പോൾ നമ്മൾ മഞ്ഞളും കൂടെ അതിലിട്ടിട്ട് പൊടിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ നല്ല മുളക് പൊടി, അതൊരു മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ചേർത്തപ്പോൾ മുളക് പൊടി നമ്മൾ 1 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുക. നല്ല വെളിച്ചെണ്ണയിൽ ഇത് വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് പിന്നെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. നല്ല രീതിയിൽ നല്ലോണം വഴറ്റിയെടുക്കുക.
ഓക്കെ. ഓവർ ചൂടല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ നമുക്ക് മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മൺപാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചേർക്കുന്ന ഉപ്പ് സാധാരണ ഉപ്പ് പൊടിയല്ല, കല്ലുപ്പാണ്. കല്ലുപ്പ് ഇതൊരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇത് ക്രാബ് ഉണ്ടാക്കുന്ന സമയത്ത് കല്ലുപ്പ് ചേർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റാം. അപ്പോൾ നമ്മൾ വലിയ ഉള്ളി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് അപ്പോഴേക്കും അത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചട്ടിയിലുള്ള ബാക്കിയുള്ള മസാലകളെല്ലാം നല്ല പാകമായി വരുന്നുണ്ട്. കുറച്ച് കരിവേപ്പിൻ്റെ നമ്മളെ മല്ലിയില കുറച്ച് ചേർത്തിട്ടുണ്ട്, അതോടൊപ്പം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയോട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല്ല് ഇപ്പം വരുന്നുണ്ട്, നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആയി. അപ്പോൾ നമുക്ക് സവാള അതും റെഡി ആയിട്ടുണ്ട്. ഇതോടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഏകദേശം മസാലക്കൂട്ടുകൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നതോടുകൂടി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഞണ്ടിനെ മിക്സ് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം നല്ല പാകമായിട്ട് നല്ല സ്മെല്ലുണ്ട്. അരിപ്പ് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞണ്ടിനെ ചേർക്കുകയാണ്. ഞണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച ഞണ്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും എല്ലാം കൂടെ വന്നതോടുകൂടി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. ഒരു മുക്കാൽ വേവ് വരെ നമുക്ക് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മളെ സാധനം റെഡിയായി, ഏകദേശം മുക്കാൽ വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല നാടൻ കുരുമുളക് പൊടിച്ച് വെച്ചത് നല്ലോണം ചേർത്ത് കൊടുക്കുകയാണ്. ഈ കുരുമുളക് കൊണ്ട് ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വേറൊരു ലെവലിലേക്ക് എത്തും. അടിപൊളിയായിരിക്കും. ഇപ്പം തന്നെ നല്ല എന്താ ഒരു സ്മെല്ല്, നല്ല സൂപ്പറാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഇനി വീണ്ടും ഫുള്ളായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിതാ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആയിട്ട് ഭാഗമായിട്ട് നല്ല 2 കറിവേപ്പിൻ്റെ ഇലയും കൂടെ വെച്ചിട്ട് അതും കൂടെ ഒന്ന് നല്ലൊരു സ്മെല്ല് കിട്ടും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഞണ്ട് ഫ്രൈ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്താ സ്മെല്ല്, അടിപൊളി, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പൊറാട്ടയും കൂട്ടി അടിക്കാം. ഓക്കെ. അപ്പം നല്ല സൂപ്പർ പൊറാട്ടയാണ് അടിച്ച പൊറാട്ട. ഇതിന് പറ്റിയ നല്ല ചൂടുള്ള ഒരു 3 പൊറാട്ടയും ക്രാബും അന്ന് അടിച്ച് മാറാൻ നല്ലൊരു സ്മെല്ലാട്ടോ. മസാല ലാസ്റ്റ് കുരുമുളക് സെറ്റ് ചെയ്തില്ലേ, സൂപ്പർ. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ ഞണ്ട് ഫ്രൈ ലൈവായിട്ടുള്ള ഫ്രഷ് നിങ്ങളും ഇഷ്ടമുള്ളവർക്കൊക്കെ ഞണ്ട് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല, എന്നാൽ ഇഷ്ടമുള്ളവരൊക്കെ അതേമാതിരി ഉണ്ടാക്കി നോക്കുക. അടിപൊളി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വ്യത്യസ്ത വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ ഇനി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബെൽ ബട്ടൺ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാ വ്യത്യസ്ത വീഡിയോകളും നിങ്ങൾ ഫസ്റ്റ് കിട്ടും. അപ്പോൾ സൈനിങ് ഓഫ്.